കച്ചവടം നല്ല പുണ്യമുള്ള കാര്യമാണ്. കച്ചവടത്തിൻ്റെ മഹത്വത്തെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ വാനോളം പുകഴ്ത്തിയിട്ടുണ്ട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ കച്ചവടം ചെയ്തിട്ടുണ്ട്. അബൂബക്കറിന് സിദ്ദീഖ് തങ്ങൾ കച്ചവടം ചെയ്തിട്ടുണ്ട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ പ്രിയതമയായ ഖദീജത്തുൽ കുബ്ര റളിയല്ലാഹു അൻഹ കച്ചവടം ചെയ്തിട്ടുണ്ട്. സ്ത്രീകൾക്ക് കച്ചവടം ചെയ്യാൻ പറ്റുമോ? ഇപ്പം ഇന്ന് ബിസിനസ് പ്രൊഫഷണലുകൾ എന്താ പറയുക, ഓണർപ്രണേഴ്സ് ഏറ്റവും കൂടുതൽ വർദ്ധിക്കുന്ന ഒരു മേഖല. സ്ത്രീകൾക്കിടയിൽ അതൊരു ട്രെൻഡാണ്. ഏതെങ്കിലും നിലക്കുള്ളൊരു കച്ചവടം അവർക്കുണ്ടാകണം എന്ന്. ഓൺലൈൻ പ്ലാറ്റ്ഫോമിലോ എങ്ങനെയെങ്കിലും. കച്ചവടം ചെയ്യുന്നതിനെതിരല്ല. ഇസ്ലാമികമായ ഔറത്തിൻ്റെ നിയമങ്ങളെല്ലാം ബാധിച്ചുകൊണ്ട്, ഹിജാബിൻ്റെ നിയമങ്ങളെല്ലാം ബാധകമായി വിധേയപ്പെട്ടുകൊണ്ട് ഒരാൾ കച്ചവടം നടത്തുന്നത് കൊണ്ട് വിരോധമില്ല. അതുമായി ബന്ധപ്പെട്ട പഠനങ്ങളിൽ ഏർപ്പെടുന്നത് കൊണ്ട് വിരോധമില്ല. പക്ഷെ അവിടൊക്കെ ഇസ്ലാമികമായ നിയമങ്ങൾ ബാധകമാണ്. ഒരാണും പെണ്ണും ഒരു ഓഫീസിൽ ഒറ്റക്കുണ്ടാകാൻ പാടില്ല. ഇടപഴകുന്നിടത്ത് മഹ്റമിൻ്റെ സാന്നിധ്യം ഉണ്ടാകണം. അത്തരത്തിലുള്ള സ്ത്രീ സുരക്ഷയുമായി ബന്ധപ്പെട്ട് ഇസ്ലാം അടിസ്ഥാനപരമായി വെച്ചിട്ടുള്ള എല്ലാ നിയമങ്ങളും സ്ത്രീ സുരക്ഷയുടെ കാര്യത്തിൽ അത്യാവശ്യമാണ് എന്നുള്ളത് എല്ലാവർക്കും അറിയാം. അല്ലാതെ ഒരു സ്ത്രീ സ്വതന്ത്രമായി പുരുഷന്മാരെ പോലെ യാതൊരു സുരക്ഷാ മുൻകരുതലുമില്ലാതെ പരസ്യമായി ഇറങ്ങി പുറപ്പെട്ടുകൊണ്ട് വലാ തബറജുന തബറുജൽ ജാഹിലിയത്തിൽ ഊലാ, അന്ധകാരകാലത്ത് സ്ത്രീകൾ രംഗപ്രവേശനം ചെയ്തതുപോലെ നിങ്ങൾ രംഗപ്രവേശനം ചെയ്യരുത് എന്ന് വിശുദ്ധ ഖുർആനിൻ്റെ വ്യക്തമായ താക്കീതുള്ളതാണ്. ഹിജാബിൻ്റെ നിയമങ്ങളെല്ലാം പാലിച്ചുകൊണ്ട് ഒരാൾക്ക് കച്ചവടങ്ങളിൽ ഏർപ്പെടാൻ കഴിയുമെങ്കിൽ അങ്ങനെ ഏർപ്പെട്ട മാതൃക സയ്യിദത്തുന ഖദീജ ഉമ്മ റളിയല്ലാഹു അൻഹ നമുക്ക് കാണിച്ചു തന്നിട്ടുണ്ട്. കാലങ്ങൾക്കിപ്പുറവും അവിടുത്തെ ചരിത്രം രേഖപ്പെട്ട് കിടക്കുന്നത് വകാനത്ത് തുദ്ആ ബിൽ ജാഹിലിയ്യത്തി അത്വാഹിറ, ജാഹിലിയ കാലഘട്ടത്തിൽ അവർ വിളിക്കപ്പെട്ടിരുന്നത് വിശുദ്ധയായ പവിത്രയായ ഒരു സ്ത്രീ എന്ന നാമത്തിൽ അറിയപ്പെട്ടവരായിരുന്നു ഖദീജത്തുൽ കുബ്ര റളിയല്ലാഹു അൻഹ എന്നാണ്.